ദൈവത്തിനെ തൊഴു. ഡാർലിംഗ്, ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഡാർലിംഗ്. എന്റെ കല്യാണം ഞാൻ എത്ര വലുതായിട്ട് എക്സ്പെക്ട് ചെയ്തെന്ന് അറിയാമോ ഡാർലിംഗ്? എനിക്കും അതുപോലെ നിറയെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. മാച്ചിങ് ഇയറിംഗ്സ്, മാച്ചിങ് ബാംഗിൾസ്, മാച്ചിങ് ഡ്രസ്സസ്, പിന്നെ നീയും ഞാനും മാച്ചിങ്. പക്ഷെ എന്ത് ചെയ്യാനാ, കാക്കി ഡ്രസ്സിൽ നീയും സിവിൽ ഡ്രസ്സിൽ ഞാനും. ഇങ്ങനെ കല്യാണം ചെയ്യാനാ യോഗം. ഡാർലിംഗ്, കല്യാണം മാത്രം ഇത്ര സിമ്പിൾ ആയിരിക്കുള്ളൂ. ഫസ്റ്റ് നൈറ്റ് നല്ല വെയിറ്റ് ആയിട്ടാ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിലൊരിക്കലും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. മുഹൂർത്ത സമയം ഇതാ, മാലയിട്ട് ദൈവമേ, എന്റെ കല്യാണമോ ഇത്രയും സിമ്പിൾ ആയി പോയി. പക്ഷെ എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ നല്ല പവർ ആയിട്ടാ പ്ലാൻ ചെയ്തേക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിയാണ്ട് ഈ മാല ഞാൻ അയക്കില്ലെന്നാ പ്ലാൻ ചെയ്തത്. ഇതെങ്ങനെയുണ്ട് ഡാർലിംഗ് എന്റെ പ്ലാനിങ് ഒക്കെ? പോയാലോ? വന്ന് പെട്ടെന്ന് വണ്ടി കേറ്. ഡാർലിംഗ്, അവിടെ നിൽക്കുന്ന SSRനെ പോലില്ലേ? ആണല്ലോടാ. നമ്മുടെ കല്യാണം കഴിഞ്ഞത് സാറ് കാണാൻ സാറ് ഷോക്ക് ആവൂലേ? ഷോക്കല്ലടാ, ഷേക്കായി പോവും. അതെല്ലേ? പോയി ബ്ലെസ്സിംഗ് വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് പോയി ബ്ലെസ്സിംഗ്സ് മേടിക്കാം. സല്യൂട്ട് സർ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ മാലയൊക്കെ നീ പറയേ. നീ തന്നെ പറയേ. ഒരു പ്രേംനസീറും ഷീലയും സിനിമയിലെ പോലെ റൊമാൻസ് കാണിക്കുകയാണ്. കാര്യം എന്താണെന്ന് പറയണോ? സാർ, ഞങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചു. ആശീർവാദം തന്നാലേ സാർ. നിങ്ങളെ നമ്മൾ ദയവായിട്ട് കാണുമ്പോ ഞങ്ങളല്ലേ ആശീർവാദം തരേണ്ട. എന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോട് ഉണ്ടാവും. താങ്ക് യു സാർ, താങ്ക് യു. ഒരു മിനിറ്റ്, തൽക്കാലം ഈ കാശ് താങ്ക് യു സാർ. ഭയങ്കര സ്പീഡാണല്ലോ. പുതിയ ഡ്രസ് എടുക്കേ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ് നല്ലതല്ലെന്നല്ല പറഞ്ഞത്. ഇപ്പൊ കല്യാണം കഴിച്ചല്ലേ, അതുകൊണ്ട് പുതിയ ഡ്രസ് എടുത്തല്ലോ പറഞ്ഞത്. ഹലോ സർ, ശാസ്ത്രി നഗർ SI ഓൺ ഡ്യൂട്ടി സർ. സർ, ഓക്കെ സർ, ഓക്കെ സർ, ഓക്കെ സർ. യെസ് സർ, ഐ ഹാവ് മൈ എലിജിബിൾ ടീം സർ. യെസ് സർ. എലിജിബിൾ ടീമാ? ഓക്കെ സർ. എന്ത് പറ്റി സാർ? വാ, വന്ന് വണ്ടി കയറി. എന്ത് പറ്റി സാർ? അർജന്റ് ജോലി. അതിനേക്കാൾ അർജന്റ് ആയിട്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ജോലിയാണ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് സാർ. ഞങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് ആണ് സാർ. നോക്കേ, ഫസ്റ്റ് നൈറ്റ് എപ്പോ വേണമെങ്കിലും നടത്താം. പക്ഷേ ഈ കേസ് സോൾവ് ചെയ്യാൻ എന്റെ കൂടെ വർക്ക് ചെയ്താൽ കല്യാണ ദിവസം കേസ് സോൾവ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടും. നോക്ക്, ഈ ജോലി തീർത്തിട്ട് ഡബിൾ പ്രൊമോഷൻ വാങ്ങിച്ചോണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. അല്ല, ഈ മാല എന്തിനാ? ആദ്യരാത്രി കഴിയാണ്ട് ഈ മാല എടുക്കില്ല, ഞാൻ ശബദം എടുത്തേക്കുവാണ് സാറേ. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഒരുപാട് നേരം ഒന്നും എടുക്കില്ലെന്നേ. അവിടെ പോകുന്നു, കേസ് സോൾവ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പ്രൊമോഷൻ. ഓക്കെ സാർ, പോയാലോ? പ്രൊമോഷൻ ചില ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ മുഖത്തിലെ ചുണ്ടുകൾ നോക്കും, ഇല്ലെങ്കിൽ ഭംഗി നോക്കും. വേറെ കുറച്ചു പേര് ഹിപ്പ് നോക്കും, ബ്രസ്റ്റ് നോക്കും. നീ എന്താ കാല് നോക്കുന്നേ? കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാണോ? അതെല്ലാരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കാല് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറുപ്പത്തിൽ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്, കാല് ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ജീവിതം മുഴുവൻ നിങ്ങൾ ചേർന്ന് പാടുക. 24 hours എന്റെ ഉദ്ദേശം അതല്ല. അപ്പോൾ നീ ഫിക്സ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഫിക്സ് ആയിട്ടില്ല. നീ ഫിക്സ് ആണെങ്കിൽ കല്യാണം കഴിക്കാം. ശരി, നോക്കാം.
കിച്ചൺ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഹൗസ്. വൗ, നൈസ് വ്യൂ. നൈസ് ബെഡ്റൂം. നീ എന്നെ വിട്ടേച്ച് പോയില്ലല്ലോ. ഞാൻ പോകില്ല. പക്ഷേ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. എന്നെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? അറിയില്ല. ഞാനൊരു നേച്ചർ ലവറാണ്. എനിക്ക് എവിടെങ്കിലും പോകണമെന്ന് തോന്നിയാ ഉടനെ പോകും. പോകാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല. ഓക്കേ. എനിക്ക് അമ്മയും അച്ഛനും ഇല്ല. അതായത് അവരുണ്ടായിട്ടില്ലാത്തതുപോലെ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. എനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യും. ഓക്കേ. എന്താ എല്ലാം ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലോ? നിനക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ടൈം ഡിസൈഡ് ചെയ്യട്ടെ. എന്നെ തെരഞ്ഞ് നിന്റെ പാദങ്ങൾ വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ എത്രയും ദൂരം വേണമെങ്കിലും നടക്കും. നിനക്ക് സിഗരറ്റ് ഒക്കെ ഇത്ര ഇഷ്ടമാണോ? നീ വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുക ഇത് മാത്രമായിരുന്നു. അതെയോ? എന്നോട് എല്ലാവരും പറയുമായിരുന്നു നീ വരുന്നതിന് മുമ്പ് എനിക്കിതാണ് പാർട്ട്ണർ എന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ തരാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. മദ്യവും സിഗരറ്റൊക്കെ ദേഹത്തിന് കേടാണ് ബേബി. പക്ഷേ പെണ്ണുങ്ങളുടെ ലിപ് ലോക്ക് ദേഹത്തിന് ഏറ്റവും നല്ലതാണ്. പക്ഷേ അത് കിട്ടിയ പോലെ ഇത് കിട്ടില്ലല്ലോ. ഹലോ സാർ. ഓക്കെ സാർ, തീർച്ചയായിട്ടും സാർ. ഇപ്പൊ തന്നെ പറയാം സാർ. സാർ സമാധാനമായിട്ടൊന്ന് മൂത്രമൊഴിക്കാനും സമ്മതിക്കില്ലേ? എന്താ കാര്യം? സാറേ, നമ്മൾ ഒരു കേസിന് വന്നപ്പോ ദാ അടുത്ത കേസ് ആഡായി സാർ. വീണ്ടും ഒരു കേസ്? ഓ ഷിറ്റ്. ഹൈവേയുടെ അടുത്തുള്ള ഫാം ഹൗസില് കാർ ഓണറുടെ ഡെഡ് ബോഡി കിടക്കുവാന്ന് സാറ്. അതിന്റെ ഒപ്പം നമ്മുടെ കേസിന് എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവുന്ന മേലെടുത്തിന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളുടെ ഡെഡ് ബോഡീസ് അറിയില്ല സാർ. എന്റെ സർവീസിൽ ഞാൻ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. ഇതൊരു സില്ലി കേസാണെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇത് പോകുന്തോറും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ സാർ. ഓ, അപ്പൊ കേസ് കൊടുത്ത ആളെ നിങ്ങൾ കൊന്നു കളഞ്ഞല്ലേ? അയ്യോ സാർ, കേസ് കൊടുത്ത ആള് മരിച്ച ആളല്ല, കാറിന്റെ ഓണറാ. കാർ ഓണറോ? അപ്പോ ഇവൻ അവന്റെ ഫ്രണ്ടാണ് സാർ മരിച്ചു പോയത്. ഫ്രണ്ടോ? വാട്ട്? എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അവൻ അവന്റെ ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയിന്ന്. എന്തു? പക്ഷേ ശരി, അതിനുശേഷം എന്താണ്? ഇന്നലെ രാത്രി റോഡിന്റെ അടുത്ത് കാറുള്ളത് അവൻ കണ്ടെന്നാണ് സാർ പറഞ്ഞത്. ആ കാറിലെ പെണ്ണുങ്ങളെ കണ്ട ഉടനെ അത് പോയായിരുന്നു സാർ. എന്റെ ഫ്രണ്ട് വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു സാർ. അങ്ങനെ ഡൗട്ട് തോന്നിയാ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോയത്. അവനെ കൊന്നിട്ട് അവന്റെ കാറും എടുത്തോണ്ടെങ്കിൽ പോയല്ലേ? നോ ഡൗട്ട്, ഇത് ഉറപ്പായിട്ടും ആ പെണ്ണുങ്ങളുടെ പണി തന്നെയാണ്. ഐ വിൽ ക്യാച്ച് ദം. ഷുവർ സാർ. അല്ല, വെറും ഒരു കാറിന് വേണ്ടി മാത്രം അവനെ കൊല്ലേണ്ട കാര്യം എന്താ? അവർ രണ്ടുപേരിൽ ഒരാളെ കണ്ടു കാണും, അത് കാരണം കൊന്നു കാണും സാറേ. അങ്ങനെയാണെങ്കിൽ കാണാത്തതുപോലെ ബാസ്കറ്റിന് വന്നാൽ മതിയായിരുന്നല്ലോ. അത് പിന്നെ മാസ്ക് ഇട്ട മേക്കപ്പ് ഒക്കെ പോകില്ലേ? എപ്പോ നോക്കിയാലും മേക്കപ്പിന്റെ കാര്യം മാത്രമേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ലക്ഷ്യം വേറെ. വേറെന്ത് കാര്യമായിരിക്കും സാർ? അവര് കാറ് മോഷ്ടിക്കാൻ വേണ്ടി അവനെ കൊന്നതാണോ അതോ കൊന്ന ശേഷം കാറ് മോഷ്ടിച്ചതാണോ? അവര് ആ കാർ ഇപ്പോ യൂസ് ചെയ്യുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. സർ, നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, പക്ഷെ ലോജിക്ക് മിസ് ആവുന്നുണ്ട്. ഇതാ നോക്ക്,
ക്രൈമിന് ലോജിക്കൊന്നുമില്ല, കൺവിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോ ശരിക്കും എന്താണ് നടന്നതെന്നും മനസ്സിലാക്കാനായിട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാകും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ സർ. സാർ, നിങ്ങളുടെ ഫോൺ സാർ. സർ 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 ഫാം ഹൗസിൽ നടന്ന കൊലയുടെ അഡോപ്സി റിപ്പോർട്ടാണ് സർ. ഈ റിപ്പോർട്ട് തരാൻ വേണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ക്രോസ് വെക്കുന്നത്? സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോരായിരുന്നോ? ഈ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? സർ, മരിക്കുന്നതിന് മുമ്പ് റേപ്പ് നടന്നിട്ടുണ്ട് സർ. വാട്ട്? ഇത്രയും ദിവസം ഇതൊരു മർഡർ കേസാണെന്ന് വിചാരിച്ചേ. എന്താ ഇപ്പോ ഇത് റേപ്പ് കേസും ആയിരിക്കുന്നു. പക്ഷേ ആണുങ്ങളെ ആരോടോ റേപ്പ് ചെയ്യുന്നത്? റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ സർ. മർഡറിന് മുമ്പ് സെക്സ് ചെയ്ത് വളരെ ക്രൂരമായാണ് സർ കൊന്നത്. അപ്പൊ മർഡർ ചെയ്ത് ആ ആരാണ്? പെണ്ണുങ്ങളാണ് സർ. ഇടൂ, മർഡർ ചെയ്തത് പെണ്ണാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് വല്ലാത്തൊരു തൊല്ലയാണല്ലോ. ഫുൾ ടൈം ഡ്യൂട്ടി തന്നെ ഇരിക്കണം. നിങ്ങളോടൊപ്പം ഞാനും ഡ്യൂട്ടിയിൽ ഇരിക്കേണ്ട ഒരു തോന്നുന്നല്ലോ സാറേ. അതാ ഇപ്പൊ വലിയ കാര്യം. ഓടോ, പോയി വണ്ടിയൊക്കെ. പോയി ചാവോ. സാറേ, പോകുമ്പോൾ ഈ കേസ് ക്രിട്ടിക്കൽ ആവുകയാണ് സാറേ. പെട്ടെന്ന് സോൾവ് ചെയ്യ് സാറേ. ഞാൻ പാവാ സാറേ. ഞാൻ പെട്ടെന്ന് വരും. 2 ദിവസമല്ലേ? സൂക്ഷിക്കണേ. അയ്യോ, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞില്ലേ? ബൈ, ടേക്ക് കെയർ. ബൈ, പോകാം. ഹലോ, ഹലോ, പറയടാ. എന്തെടുക്കുവാടാ? ഒന്നുമില്ലടാ, വെറുതെ ഇരിക്കുക. ചേത്ര നാട്ടിൽ പോയി കാലിൻ്റെ ഇടയ്ക്ക് തലയാണയും വെച്ചോണ്ട് കടന്നുകൊണ്ടിരിക്കുക. അല്ല, നീ എന്തെടുക്കുക? ഒരു പുതിയ കല്യാണ ചെറുക്കൻ്റെ അവസ്ഥയുടെ ആളിയായ എനിക്ക്. ഫേസ്ബുക്കിൽ നിന്റെ പോസ്റ്റ് കണ്ടതാടാ, ഐ എം ലോൺലി എന്ന്. ഒരെണ്ണം അടിച്ചാലോ? എനിക്ക് ആ മൂഡിലടാ, ചേച്ചിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ശരി, എന്നാ ഗേൾസോ? നല്ല ക്ലൈമറ്റ് ചില്ലുന്നല്ലേ, ഒരു ജിൽജിലായാലോടാ. അടിപൊളിയായിരിക്കും അളിയാ. എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലടാ. ശരി ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. എന്റെ മുത്തച്ഛൻ എപ്പോഴും പറയൂടാ, പുതിയതായിട്ട് കല്യാണമായ ഒരു തെണ്ടിയുടെ അടുത്തും പോകാൻ പാടില്ലെന്ന്. അതുപോലെ ദേഷ്യമുള്ള പെണ്ണിന്റെ അടുത്ത് പോകാനേ പാടില്ലെന്ന്. നിനക്ക് ആവശ്യമില്ലടാ, എനിക്കിത് അത്യാവശ്യമാ. ആരാ? സർ, എൻ്റെ കാർ നിന്നുപോയി. സ്റ്റാർട്ടാകുന്നില്ല. ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഫോണിൽ ചാർജ് ഇല്ല. ക്യാൻ യു ഹെൽപ്പ് അസ് സംതിങ്? മഴ തോരുന്നത് വരെ ഞങ്ങളിവിടെ നിന്നോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. ഇതാ, അകത്തേക്ക് വരും. താങ്ക് യു. അത് സാരില്ല, മറ്റുള്ളവരുടെ വീട്ടിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറുന്നത് നല്ലതല്ലല്ലോ അല്ലേ? അത് സാരില്ല, വരുന്നേ. ഇത് ഫോൺ ഇത്. താങ്ക് യു. ക്യാബ്സ് ബുക്കാവുന്നേ ഇല്ല. ഇത് സിറ്റിയുടെ ഔട്ടർ അല്ലേ, അതുകൊണ്ട് ചാൻസ് കുറവാ. വേണമെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ, ചിലപ്പോൾ ബുക്കായാലോ. ബുക്കേ ആവുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ആ, ബുക്കായി. പക്ഷെ വരാൻ 1 മണിക്കൂറാവും. അതൊന്നും സാരില്ല, ബുക്കായില്ലേ? നിങ്ങളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നെന്ന് തോന്നുന്നു. ഇതിലെന്ത് കഷ്ടമുള്ളത്? നിങ്ങൾക്ക് അപ്ഡേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഡ്രസ്സ് മാറിക്കോളൂ. അകത്ത് ഹെയർ ഡ്രയർ ഉണ്ടാവും, അത് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. ക്യാബ് വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. സോ അതിനുമുമ്പ് നിങ്ങൾക്ക് റിഫ്രഷ് ആയിരിക്കും. നല്ലോണം നനഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വൈഫ് എവിടെയാ? ട്രിപ്പ് പോയിരിക്കുകയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഓക്കേ. ചെല്ലു. അതല്ല, ഞങ്ങള് പെണ്ണുങ്ങളല്ലേ, സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാല്? അതുപോലൊന്നും സംഭവിക്കില്ല, എന്നെ വിശ്വസിക്കും.
സോറി സർ, ഇത്രയും നേരം കുറച്ച് ഭയത്തില്ല സംസാരിച്ചേ. പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. വാഷിംഗ് മെഷീൻ എവിടെയുള്ളത്? എൻ്റെ കൈ തരൂ, ഞാടാ. ഇങ്ങിതാ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഇതാ ഹാവ് ടീ. താങ്ക് യു. ഈ വീട് നല്ല ഭംഗിയുണ്ട്. ഞാൻ സ്റ്റോക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും. ഐ എം സിദ്ധാർത്ഥ്. ഹായ്, ഐ എം ഐശ്വര്യ. യു ക്യാൻ കോൾ മീ ആയിഷ്. ഹലോ, ഐ എം Hi. സ്വാതി. നിങ്ങളുടെ കൈ ഭയങ്കര ചൂടാണല്ലോ. ഇത്രയും നേരം നിങ്ങൾ മഴയിൽ നനഞ്ഞിട്ട് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും എൻ്റെ കൈ ചൂടായിരിക്കുന്നത്. ഈ സമയത്ത് കോഫി കപ്പിനേക്കാൾ ഐസ്ക്രീം കപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് സയന്റിഫിക് തിയറിയാണ്. നമ്മൾ കൂളായിട്ടുള്ളവരെ ഓപ്പോസിറ്റ് ജെൻഡറെ കെട്ടിപ്പിടിച്ചാൽ കുറച്ച് വാം ആവുന്നുണ്ട്. യെസ് യെസ്, കറക്റ്റ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ ഹഗ് ചെയ്തോട്ടെ. ആരാ? എന്താ, നിങ്ങളുടെ വൈഫാണോ? യാ, ശരി, ഒന്ന് കാണിക്ക്. ഓ, ഷീ ഈസ് സോ പ്രിറ്റി. താങ്ക് യു. സെക്സി ആൻഡ് യങ് ആയിട്ടുണ്ട്. വൈഫിന്റെ ഏജ് എത്രയാ? 28. അപ്പോ നിങ്ങളുടെ വയസ്സോ? 29. ഓ, യു ഡോണ്ട് ലുക്ക് സോ. നിങ്ങള് എന്തിനാ നോണ പറയുന്നേ? നിങ്ങളെ കണ്ട 25 വയസ്സ് തോന്നത്തുള്ളൂ. നോ 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 നോ, ഐ എം 29 ഇയർ ഓൾഡ്. ഇനിയും അരമണിക്കൂറിൽ നിങ്ങളുടെ ക്യാബ് വന്നേക്കും. ഓക്കെ, നമുക്ക് പോകാം. ഇനി 15 മിനിറ്റ്സിൽ ക്യാബ് വന്നേക്കും. ഓ, നിന്നെ കാണുമ്പോഴേ അങ്ങനെ കടിച്ച് തിന്നാനാ തോന്നുന്നത്. എത്ര സുന്ദരനാണെന്ന് അറിയാമോ? മിൽക്ക് ബോയ് മഹേഷിനെ പോലെ തന്നെ. ഡെയിലി ഒരുപാട് പാല് കുടിക്കുമല്ലേ, അതുകൊണ്ട് എങ്ങനെ മിൽക്കി ആയിരിക്കുന്നേ. മോർണിംഗ് 1 ലിറ്റർ, നൈറ്റ് 1 ലിറ്റർ. ഓ, അതിനെ ഇത്ര ഹാപ്പി ആയിട്ടാണോ ഉള്ളത്? ഞാനാണെങ്കി ഓപ്പൺ ടൈപ്പാണ്. ലൈഫ് എൻജോയ് ചെയ്യണം, ഒരുപാട് ട്രാവൽ ചെയ്യണം. പിന്നെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഞാൻ വിചാരിക്കുമ്പോഴല്ലോ 24 hours ഫുൾ റൊമാൻറ്റിക് ആയിട്ടിരിക്കണമെന്നാ വിചാരിച്ചേ. പക്ഷേ ലൈഫ് ഷോർട്ട് അല്ലേ? യാ, അങ്ങനെ വേണം. ലൈഫ് വളരെ ഷോർട്ട് അല്ലേ? യാ. ക്യാബ് 10 മിനിറ്റ്സ്. ഓക്കെ. ഞങ്ങൾ നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? നോ നോ, അങ്ങനെയൊന്നുമില്ല. നിനക്ക് ബോറടിക്കത്തില്ലേ? അതുകൊണ്ട് എന്റർടൈൻമെന്റ് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. ഒരു കിസ് തരാമോ? നിങ്ങൾക്ക് മുറപ്പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ഞങ്ങള് മുറപ്പെണ്ണുങ്ങളായിട്ട് കണ്ടിട്ട് എൻജോയ് ചെയ്തോ. നീ റെഡിയാണോ? ക്യാബ് വന്നു. റൊമാൻസ് വരുന്നില്ലേ? വാഷ്റൂം എവിടെയാ ഉള്ളത്? ഗോ ലെഫ്റ്റ് സൈഡ്. നൈറ്റ് നിനക്ക് ബോറടിക്കത്തില്ലേ? ഹേയ് വെയിറ്റ്, ഞാനും വരാം. ഐഷു, സ്വാതി, ഐഷു, ക്യാബ് വന്നു. ഗെറ്റ് റെഡി ഫാസ്റ്റ്. സ്വാതി, Hands up, everybody, hands up, hey. Hands up, everybody, hands up. എന്താ സാറേ കയ്യിൽ മാലയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ നടന്നിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് വരുന്നത് കണ്ടാ മനസ്സിലായില്ലേടോ? മറ്റുള്ളവരെല്ലാം ജോലിക്ക് ലീവ് എടുത്തിട്ട് കല്യാണം കഴിക്കും. നമ്മൾ ജോലിയിൽ ഇരുന്നോണ്ടേ കല്യാണം കഴിച്ചു.
എന്ന് വെച്ചാ നിങ്ങള് സിവിൽ ഡ്രസ് ഇട്ട ലേഡി കോൺസ്റ്റബിൾ ആണ് ഞാൻ. ആ, കല്യാണം കഴിഞ്ഞിട്ടും ഡ്യൂട്ടിയിലാണെന്നാണോ? അയ്യോ പാവം. ഞങ്ങളും എസ് ഐ സാറിന്റെ അടുത്ത് ചോദിച്ചതാ, പക്ഷെ സാറ് പറഞ്ഞത് ഫസ്റ്റ് ഡ്യൂട്ടി, പിന്നെ എന്തായാലും പിന്നെയും ഡ്യൂട്ടിയാണ് ആദ്യം. സംസാരിച്ചത് മതി, അവിടെ ഇരിക്കേ. ഓക്കെ സാർ, അവിടെ ഇരിക്കടി. സാർ ടീ കോഫി അങ്ങനെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ട സാർ? എനിക്കൊരു ചായ. എനിക്ക് എന്റെ ഭാര്യക്ക് 2 ഹോർലിക്സ്. അത് ചായ കുടിച്ച കറുത്തു പറഞ്ഞു, അതാണ്. കല്യാണം എന്ന പേരിൽ ഓവർ ആവുന്നുണ്ട് മോനെ. അല്ല സാറേ, ആദ്യത്തെ മാരേജ് അല്ലേ സാറേ. ഹലോ, ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തേ. സാറിനൊരു ടീ, നിങ്ങൾക്ക് 2 ഹോർലിക്സ്, അത്രയല്ലേ ഉള്ളൂ? നോ 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 നോ, കപ്പിൽ ഹോർലിക്സ് ഉണ്ടാവണം, ആ കപ്പിന്റെ താഴെ സോസർ ഉണ്ടാവണം, രണ്ടും നല്ല ചൂടായിട്ടുണ്ടാവണേ. കപ്പ് സോസറും അതെല്ലാം കൊറോണന്റെ മുമ്പേ. ഇപ്പൊ ഇതാ പിടി സാറേ. പോ വാങ്ങ്. സോറി സാർ. ആദ്യം മെസ്സേജ് തരണമെന്ന് എനിക്ക് അറിയില്ലടോ. ഹലോ, ആ റേഡിയോ ഓൺ ചെയ്തേ. എനിക്ക് ഇഷ്ടപ്പെട്ട സീതാറാം സീരിയൽ ഇപ്പൊ ആരോഗ്യ സമയം. ഇതാ റേഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് വെച്ചോ. ഈ വർഷം പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവോ? പിന്നെ അതിനുശേഷം എന്താ? എത്ര നാളിങ്ങനെ പോകുന്നു ദൈവത്തിന് മാത്രം അറിയാം. നടന്ന് നടന്ന് കാലവും പോകും, ആയുസ്സും പോകും. മഴയും തീരില്ല, ഇതും തീരില്ല. ശരി, അടുത്തെന്താ? സാർ എന്തിനാടോ സൗണ്ട് എടുക്കുന്നേ? ഇല്ല സാറേ, വിളിച്ചതാ. എന്താ ഇയാൾക്ക് എന്താ ഏയ്, പ്രശ്നം? ഹോർലിക്സ് കപ്പിലുണ്ട്, കപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കുടിക്കാൻ നോക്ക്. ഇനി എങ്ങനെ കൊഞ്ചാൻ നോക്കിയാണല്ലോ, പെട്ടെന്ന് കുടിക്കണോ. ഏയ് 1 or 2 അങ്ങോട്ട് നോക്ക്. ഹോർലിക്സ് നല്ല ചൂടായിട്ടിരിക്കുക, വേവാൻ പോവുക തന്റെ വായ. സാറേ, നിങ്ങൾ പറഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ ഉഫ് ഊതി അങ്ങോട്ട് കുടിച്ചേക്കാം. ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. ചെയ്യേണ്ട പണി ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾ എന്തിനാ സാർ ഇവിടെ ഒന്ന് ഓടിയിരുന്നത്? ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാവോ സാറേ? ഇദ്ദേഹത്തിനൊക്കെ പേടിക്കേണ്ട അവസ്ഥയായി. ഓതി കുടി. ഈ രാധാകൃഷ്ണ ജോഡി ഇപ്പൊ നിർത്തുന്നു വിചാരിച്ചപ്പോ അതങ്ങ് തുടർന്ന് വെക്കൊണ്ടേ ഇരിക്കുക. ഇയാളെ കൊണ്ട് ഇയാളും ഒന്നും ചെയ്താൽ എന്നെ ചെയ്യാൻ വിടത്തൂല്ല. ഹലോ, യെസ് സർ, ശാസ്ത്രി നഗർ എസ് ഐ ഓൺ ഡ്യൂട്ടി സർ. ഓക്കെ സർ, ഐ ആം ഓൺ മൈ വേ സർ. സാർ, നിങ്ങൾ ശരിക്കും ഡ്യൂട്ടിയിൽ തന്നെയാണ്? യെസ് സാർ, ഐ ആം ഓൺ ഡ്യൂട്ടി വിത്ത് ബ്യൂട്ടി. ഡ്യൂട്ടി. കാണുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി. ലെറ്റ്സ് മൂവ്. യെസ് സാർ. യെസ് സർ. സാർ കോപ്പി ദാറ്റ്. കാശ് സാർ, പട്ടിൽ എഴുതിക്കോളൂ. സാർ, കാപ്പിയുടെ കാശ്. ഹാൻഡിൽ എഴുതണം. Everybody hands up, hey, hands up, everybody hands up. നമസ്കാരം സാറേ. ഇതുപോലത്തെ നമസ്കാരമൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. തനിക്ക് എന്താ പ്രശ്നം? വന്നത്? തനിക്ക് ചേട്ടാ, എന്തെങ്കിലും ചേട്ടാ, കാര്യസാധ്യം ഇരിക്ക് ചേട്ടാ, ഉണ്ടെങ്കിൽ താൻ ഇരിക്ക്. എന്റെ അടുത്ത് വരും, ഇല്ലെങ്കിൽ താൻ ഞങ്ങളുടെ ചേട്ടാ. മുഖത്ത് പോലും. എന്ത് മര്യാദയാണോ ഇത്? ചേട്ടാ, കൊറോണ വന്നില്ലേ, നീ അതുകൊണ്ട് ഓരോ ദിവസവും ഇത് തന്നെയാ കച്ചവടം പറയുന്നേ. ഇനി നീ പറയുന്ന കഥയൊന്നും കേൾക്കാൻ വയ്യ. എടാ, അകത്ത് കയറിപ്പോക്കെ. ചേട്ടാ, എടാ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പറയുന്നേക്കെ. ആദ്യം പൈസ താ, പിന്നെ കട തുറന്നു. പ്ലീസ് എടാ, ചേട്ടാ, അകത്ത് ഒരു കയറി മിനിറ്റ് പൊക്കെ. ചേട്ടാ, ഞാനൊന്ന് പറയുന്നത് പറ്റില്ല. കേൾക്കാം. 6 മാസമായിട്ട് താൻ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി ഒന്നും കേൾക്കാൻ പറ്റില്ല. ചേട്ടാ, എടാ, എല്ലാ ഞാൻ സാധനവും പറഞ്ഞത് എടുത്തോണ്ട് വന്നേ. ചേട്ടാ, കച്ചവടം നടന്നില്ല ചേട്ടാ. ഇതൊക്കെ എല്ലാവരുടെയും അടവാടോ? അതൊന്നും പറ്റില്ല. പോ. ചേട്ടാ, താൻ പോയി വേറെ എന്തെങ്കിലും പണി നോക്ക്. ഞാൻ പറയുന്നത് ഇത് കേക്കേട്ടാ, തല കയറി ഇരുന്ന് ഒന്ന് കളിക്കുവാ. പറയുന്നത് കേക്കേട്ടാ. ഇതൊന്നും ചുമ്മാ കളിയാന്നറിയാം. എടാ, ആരെങ്കിലും വന്നാ വിളിക്കന്നെ കേട്ടോ. ചേട്ടാ, പുറത്തു പോയേട്ടാ, സംസാരിക്കേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ ചേട്ടാ. എന്തോരും കളിയാ. എന്താ ഇത്? ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നും മനസ്സിലാക്കാത്തവന്മാർ.
ഇവിടുന്ന് പോയില്ലേ? നിങ്ങളോടാ ഇവിടുന്ന് പോകാനാ പറഞ്ഞേ. ആഹാ, എന്റെ ബോഡിയാ ഇന്നലെ രാത്രി നല്ലോണം എൻജോയ് ചെയ്തു. ആ അതൊക്കെ മതി, ഇവിടുന്ന് പോകാൻ. എവിടെ പോകാനാ പറയുന്നത്? ഇവിടെ തന്നെ ജോളിയായിട്ട് എൻജോയ് ചെയ്യാനാ പോകുന്നത്. ഏയ്, നമ്മളിവിടെ 24 അവേഴ്സും എൻജോയ് ചെയ്തതിന് ശേഷമേ പോകൂ. സാറേ, വീട് ക്ലീൻ ചെയ്യണമെന്ന് മാഡം പറഞ്ഞിരുന്നു. ഇന്ന് ചെയ്യണ്ട. 2 ദിവസത്തേക്ക് ഞാൻ നാട്ടിലേക്ക് പോകും സാറേ. അതൊന്നും സാരില്ല, പക്ഷെ ഇപ്പൊ വേണ്ട. ചെല്ല്. ഓ, നിങ്ങളിപ്പോ ഈ ജോലിയിലാണോ? അകത്തേക്ക് പോകാൻ പറഞ്ഞില്ലേ? ഓ, നിങ്ങളിപ്പോ ഈ ജോലിയിലാണെങ്കിൽ എന്റെ ജോലി എങ്ങനെ നടക്കും? ഭാവിയെ ദൂരെ രംഗമ്മ, വെച്ച് എന്തൊക്കെ ജോലിയാ രംഗമ്മ, ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്. രംഗമ്മ, നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദയവേത് നീ മാഡത്തിനോടൊന്നും പറയരുത്. നിനക്കെന്നെ അറിയാം എനിക്ക് മാഡത്തിനെ എത്ര ഇഷ്ടമാണെന്ന്. ഞാൻ ഇത്ര നാൾ അങ്ങനെ കരുതിയത് സാറേ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷെ നീ മാഡത്തിനോടൊന്നും പറയണ്ട, എല്ലാം ഞാൻ പറഞ്ഞു. ശരി സാറേ, ഞാൻ പോവോ? ഹായ്. ഹായ് ഡാർലിംഗ്. ഹായ് ബേബി. സുഖാണോ? നീ ഉള്ളപ്പോ എനിക്ക് സുഖമായിരിക്കില്ലേ? താങ്ക് യു ബേബി. എന്താ ചെയ്യുന്നേ? ഞാനിവിടെ മോർണിംഗ് ആപ്പിൾ കഴിക്കുവോ. ഏയ്, വാട്ട് ഹാപ്പൻഡ്? യാ ഓക്കെ ബൈ. ഞാൻ നിനക്ക് പിന്നെ വിളിക്കാം. ആദ്യം പുറത്തേക്ക് പോവോ? നിങ്ങൾക്കെന്താ വരുന്ന പ്രാന്ത് പിടിച്ചോ? ഏയ്, മര്യാദക്ക് പുറത്തു പോയില്ലെങ്കിലേ ഞാൻ കഴുത്തെ പിടിച്ച് പുറത്തോളും. പുറത്തു പോകാൻ പറഞ്ഞില്ലേ? പോകുന്നില്ലേ? ഐശ്വര്യ, സ്വാതി, പ്ലീസ് ഗോ ഔട്ട്സൈഡ്. ഞങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പോകുന്നുണ്ടോ പുറത്തള്ളണോ? പോവാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ പ്രാന്ത് വല്ലതും പിടിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് വേണമെങ്കിൽ ചോദിക്കേ. എത്ര വേണോ അത്ര എടുത്തോളൂ. നിന്റെ കാശ് ആർക്ക് വേണം? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ദേഹത്ത് കൈവയ്ക്കും. സത്യം പറയാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് പറയേ. എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവളൊരു ഭാഗത്ത് നീ ഒരു ഭാഗത്ത്. പറയില്ലേ? ശ്ശേ. നിങ്ങളിപ്പോ പോകുന്നു അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണോ? പറയേ. ഫോൺ ചെയ്തിട്ട് എന്താ പറയാൻ പോകുന്നത്? ഞാനും പറയും നീ എന്നെ റേപ്പ് ചെയ്തു. എന്റെ അടുത്ത് തെളിവെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ പ്ലീസ്. ഞാൻ നിങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അറിയാൻ എന്ത് സംഭവിച്ചു. നിങ്ങളിപ്പോ ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. സിമ്പിൾ. സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളൂ. യാ ഓക്കെ. ശരി, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പൊക്കോളാം. ഓക്കെ. ഹായ് ഡാർലിംഗ്. ഹായ്. സുഖാണോ? സുഖാണ്. നിനക്കോ? യാ സൂപ്പർ. സമയത്തിന് ആ, കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. നീ ജിമ്മിൽ പോയിട്ട് വന്നോ? യാ
പോകാം. ഞാൻ ഇല്ലെന്ന് കരുതി കുറെ സിഗരറ്റ് യൂസ് ചെയ്യില്ലേ? ഐ സ്വെയർ സിഗരറ്റ് അടിക്കാറേ ഇല്ല. ഞാൻ വിശ്വസിക്കില്ല. നീ എപ്പോഴാ വരുന്നേ? ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഡാർലിംഗ്. വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വേഗം വാ. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ബൈ. ഞാൻ പിന്നെ വിളിക്കാം. ബൈ ബേബി, ലവ് യു. ഓക്കെ ബൈ. റെഡി ആയോ? നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. ആദ്യം വീട്ടിൽ പുറത്തു പോകും. പുറത്തു പോകാൻ പറഞ്ഞില്ലേ? കൂടുതൽ അഭിനയിക്കല്ലേ. നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ? എന്തിനാ വന്നേ? നിങ്ങൾ പ്രോബ്ലമിലാണെന്ന് സഹായിച്ചാല് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമല്ലേ? പുറത്തേക്ക് പോവാൻ. ശ്വാസിയോടെ I don't know. റെഡിയാക്കി താഴെ വരണം. ഓക്കെ
എന്നാ 15 രൂപ. ഇതാ 20 രൂപ. ഇത് 15 രൂപ. നന്നായിട്ടുണ്ടോ? ഐസ്ക്രീം, പാൽ ഐസ്ക്രീം, കോല ഐസ്ക്രീം, നല്ല ഐസ്ക്രീം. വാ വാ, പെട്ടെന്ന് വാ. കുട്ടികളെ വാങ്ങിച്ചവരൊക്കെ പോയിക്കോ. ആ വാങ്ങിച്ചവരൊക്കെ പോക്കോ. താനെന്താടോ ഇവിടെ? നേരത്തെ പെട്ടിക്കട നടത്തുകയായിരുന്നില്ലേ? എന്ത് പെട്ടിക്കട സാറേ, ഓരോരുത്തർ ഓരോ ദിവസം വന്ന് പ്രശ്നം ഉണ്ടാക്കും. വരുന്നവർക്കാണെ മുറുക്കാൻ കൊടുത്താലോ, അതും തിന്നിട്ട് ഇങ്ങനെ തന്നെ നിന്നിട്ട് എന്റെ മുഖത്ത് തന്നെ തുപ്പിയിട്ട് അതിൽ ഇത് ശരിയില്ല, അതിൽ അത് ശരിയില്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ കൊന്നോണ്ടിരിക്കാണ് സാറേ. അതുകൊണ്ട് അതങ്ങനെ തന്നെ വിട്ടിട്ട് ഐസ്ക്രീം വിൽക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയാണോ തുടങ്ങിയത്? സാർ CM ഫണ്ടാണ് സാറേ. അപ്പൊ അത് PM ഫണ്ട്. കിട്ടുന്ന ഫണ്ടൊക്കെ മേടിച്ചു കൂട്ടുകയാണല്ലോ. ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയും പോലെ സാർ. സാർ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൂളായിട്ട് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ടടോ. ദാ ഇവരാ ചൂടായിരിക്കുന്നത്, അവർക്ക് കൊടുക്ക്. ആ, കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ല? നിങ്ങൾക്ക് വേണ്ട ബദാം, പിസ്ത, കൂളിംഗ്, നോൺ കൂളിംഗ്, വിത്ത് ഐസ്, വിത്തൗട്ട് ഐസ് എല്ലാം ഉണ്ട് സാറേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇംഗ്ലീഷ് പറഞ്ഞ് ഇത്രയും ഫ്ലേവറുടെ പേര് പറഞ്ഞാ ഞാൻ എന്തിനാടാ കോൺസ്റ്റബിൾ ആയിട്ടിരിക്കാൻ പോകുന്നത്? ഞാൻ എന്നും SA ആയി പോയനാ. പറഞ്ഞാലും മേഡം എന്താ വേണ്ടത്? എഡ്യൂക്കേറ്റഡ് വിത്ത് കൂളിംഗ്, നോൺ എഡ്യൂക്കേറ്റഡ് ആ, വിത്തൗട്ട് ഒരു കൂളിംഗ്. മിനിറ്റ്. വിത്ത് കൂളിംഗ്, താങ്ക് യു. വിത്തൗട്ട് കൂളിംഗ് കഴിച്ചോളൂ. ഇഷ്ടല്ല, പോടാ വെച്ചാ. നിങ്ങൾക്ക് ആവശ്യമില്ലല്ലേ? എടോ, ആ കവറിനകത്ത് എന്താ? ഇതൊന്നുമില്ല സാർ. എടോ, സാർ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കല്ലേ സാർ. എനിക്കെന്തോ ഇയാളെ മേലെ സംശയമുണ്ട്. വന്നിട്ട് ഓക്കേ ചെക്ക് സാർ, ചെയ്യ്. ചെക്ക് ചെയ്യാം സാർ. സാർ, സാർ, സാർ. സാറേ റേഡിയോ സാറേ, എനിക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ഇടാൻ സമയമായി സാറേ. സമയമായി സാറേ. ശരി, പറയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്താ? കേട്ടോളൂ. ഏയ് സാർ എന്തോന്ന് സാർ ഇതൊക്കെ? എന്ത് ചെയ്യാനാ? ഇവർക്ക് ഇതിനായിട്ട് ഫസ്റ്റ് ആയിട്ട് ആയിട്ടില്ല. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് ഇവരെ ആവശ്യമുണ്ട്. എനിക്കിവിടെ കച്ചവടം നടക്കണ്ടേ? അത് തന്നെ. ഞാൻ അനുഭവിക്കുന്ന പോലെ താനും അനുഭവിക്കേ. എനിക്ക് വേണ്ട. അയ്യോ, ഈ പ്രേമത്തിന് കണ്ണൊന്നുമില്ലടൂ. എപ്പോ നോക്കിയാലും റൊമാൻസ് മൂഡ് തന്നെ ആണല്ലോ. സാർ ഒന്ന് നോക്ക് സാറേ. എന്തൊരു ജീവിതമാണ്. ഇവർക്ക് എല്ലാ ദിവസവും ഹാപ്പി ഡേ. ഓരോ മണിക്കൂറും ഹാപ്പി അവേഴ്സ്. എനിക്കാണെങ്കിൽ ഓരോ ദിവസവും ടോർച്ചർ ഡേയും ഓരോ മണിക്കൂറും ബാഡ് അവേഴ്സുമാ. എടോ ഒന്ന് നിർത്തണോ? ഞാൻ ഈ കേസ് എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഒരു റൊമാൻസ്. എന്തിനാ സാറേ ടെൻഷൻ ആവുന്നത്? കൂളായിട്ടിരിക്കും സാറേ. നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഈസിയായിട്ട് കൂളായിട്ടിരിക്കാനൊന്നും പറ്റില്ല. മോളിൽ തന്നെ വിളിച്ചോണ്ട് റിവീറ്റ് അടിച്ചോണ്ടേ ഇരിക്കുക. എവിടെയാ സാറേ? എടോ, മോളിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തല്ല. മേലുദ്യോഗസ്ഥന്മാർ ഫോൺ ചെയ്ത് കേസിന്റെ ഇംപ്രൂവ്മെന്റ് എന്താന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുക. ഓ അതാണോ സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. എന്തിനാ സാറേ ടെൻഷൻ ആവുന്നത്? സാറിന്റെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് എന്റെ കയ്യിൽ ഒരു ബീഡയുണ്ട്. പാനാണ് സാർ. പാനോ? അതെ സാർ, ഇതെടുത്ത് ചവച്ച് ആ ടെൻഷനൊക്കെ അങ്ങോട്ട് തുപ്പിക്കളഞ്ഞേരെ. അത് കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും സാറേ. ഞങ്ങളെ കണ്ടോ, രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹാപ്പി ആയിട്ട് എത്ര ഹാപ്പി. തനിക്ക് എന്താ പ്രശ്നം? സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കല്ലേ. കല്യാണം കഴിഞ്ഞ മൂടല്ലേ. ശമ്പളത്തോടുകൂടി ജോലിയും ചെയ്യുന്നുണ്ട്, പെണ്ണും പിള്ളേ അടുത്തുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ടെൻഷനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാനാ? പിന്നെ എന്തിനാ സാർ അത് തന്നെ പറയുന്നത്? എടോ, നമ്മുടെ പോലീസ് സ്റ്റേഷന് ഈ പാൻ പോലെ തന്നെയാ. അടുത്തിരിക്കുന്നവൻ അത് മുറുക്കി തുപ്പുമ്പോൾ മാത്രമാണ് അയാൾ എത്ര നേരം അത് ചവച്ചുവെന്നും അതിൽ ചുണ്ണാമ്പ് മാത്രം ഉണ്ടായിരുന്നെന്നും വേറെന്തൊക്കെ ഉണ്ടായിരുന്നെന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളോ നമ്മുടെ ജോലി. അവര് വന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകും. നമ്മളാണെങ്കിൽ സെക്യൂരിറ്റിയുടെ ജോലി നോക്കണം. തലവിധി സിറ്റിയിലാണെങ്കിൽ മൊത്തം റേപ്പാണ് എന്തിനാണ് കാണിക്കുന്നേ? ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ആ കേസ് സോൾവ് ചെയ്യുന്ന ക്രെഡിറ്റ് പോലും പോലീസിന് കിട്ടില്ല. കഷ്ടപ്പെട്ട് നമ്മൾ ആ കേസ് സോൾവ് ചെയ്താൽ ആ ക്രെഡിറ്റ് നമുക്ക് തരാതെ മേലുദ്യോഗസ്ഥന്മാരുടെ പേരിലേക്ക് പോകും. കേസിലെങ്ങാനും പെൻഡിങ് ഉണ്ടായാൽ റിമാർക്ക്, ശാസന, പെൻഡിങ് കേസ് എടുത്ത് നമ്മുടെ തലയിലേക്കും വെക്കും. മനുഷ്യര് ഭ്രാന്ത് പിടിക്കുന്നു. അതെ സാറേ, രാവിലത്തെ റിപ്പോർട്ടിൽ പോലും പെണ്ണുങ്ങളാണ് ആണുങ്ങളെ റേപ്പ് ചെയ്യുമെന്നാണ് സാറേ പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഓ റേപ്പ് ചെയ്ത കോപ്പന്മാരെയൊക്കെ നമുക്ക് ഈ തോക്കുണ്ടെങ്കിൽ വെടിവെച്ച് കൊന്നാലേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. പിന്നെ ഈ കേസ് തന്നെ ഉണ്ടാവില്ല. കുറച്ചു നേരം ഈ ഭ്രാന്ത് പിടിച്ച പണി അങ്ങ് മാറ്റി വെക്കാം. കുറച്ചു നേരം റിലാക്സ് ചെയ്യാം. എന്തായാലും നമ്മുടെ അടുത്ത് രാവിലെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നായിരുന്നല്ലോ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വരുന്നവരെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും സാറേ? നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഇതാ സാർ. അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാം. ഓക്കേ സാർ. സാർ ഐസ്ക്രീം മേടിച്ചു കൂട്ടും കേട്ടാ. വരട്ടെ മാമാ. സാർ
നിർത്തിക്കേ. എടോ 102 സാർ ആ കള്ള താടിക്കാരന്റെ മേലെ എനിക്ക് നല്ല സംശയം. രാവിലെ മുതൽ നമ്മൾ പോകുന്ന വഴിയിൽ അയാൾ എന്തെങ്കിലും ബിസിനസ്സും ചെയ്തുകൊണ്ട് നിൽക്കും. അതും വേറെ വേറെ ഗെറ്റപ്പിൽ വേറെ വേറെ ബിസിനസ്. ഇതിൽ എന്തൊക്കെയോ തരികടയാണ്. അതെ അതെ നമുക്കൊന്ന് പോയി എൻക്വയറി ചെയ്താലോ? ശരി ഇറങ്ങി വാ. വാ പോ. പൂവാണോ പൂവ്? ആ ചെട്ടി ജമന്തി മല്ലിപ്പൂ പൂവാണോ പൂവ്? എടോ, ആ, bloody നമസ്കാരം fool. സാറേ. താങ്കൾ എന്താണ് ചെയ്യുന്നേ? എന്താ സാറേ ഞാൻ എവിടെ പോയാലും നിങ്ങൾ അവിടെ ആ? വന്നോണ്ടിരിക്കുന്നേ. ഞാൻ തന്നെ ഫോളോ ചെയ്യുന്നു. താൻ ഇരിക്കുന്നിടത്തേക്ക് ഞങ്ങൾ വരുന്നല്ലേ? താൻ എന്തൊക്കെ ബിസിനസ് ചെയ്യൂടോ? സാർ ആ ബിസിനസ് ലോസ് ആയി സാറേ. അതുകൊണ്ടാ സാറേ പുതിയ ബിസിനസ്. ഇതേത് ഫണ്ടാ? ക്രൗഡ് ഫണ്ട് സാറേ. ഓ, പിച്ച എടുത്തിട്ടാണോ? സാറേ അതായത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്താലേ ഡെവലപ്പ് ചെയ്യാൻ സാറേ. ഞങ്ങള് കാശുകാരാണെന്നോ? ഇയാളെന്തോ ഈ പറയുന്നത്? താൻ സാറിന്റെ അടുത്ത് തന്നെ പൈസ ചോദിക്കുന്നോ? താനെ കളിക്കാ? എന്താ വേണ്ടത് പറയൂ സാറേ. വെള്ള ജമന്തി വേണോ, ചെട്ടി വേണോ, മല്ലിപ്പൂ വേണോ, അവിടെ ഇരിക്കുന്ന അല്ലെ വാഴപ്പഴം വേണോ സാറേ? കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന സാറേ. മുല്ലപ്പൂവ്, പിന്നെ കുറച്ച് കഴിക്കാൻ ആപ്പിളും. സാർ പറഞ്ഞത് കേട്ടില്ലേ? ഹണിമൂണാണെന്ന് പറയൂ സാറേ. സാർ നിങ്ങൾ ഹണിമൂണിന് വേണ്ട എല്ലാ തരം പൂവുണ്ട് സാറേ. ഓ, സാറേ പുതിയതായിട്ട് കല്യാണം കഴിച്ചല്ലേ, ഹണിമൂൺ ആയില്ല, അതുകൊണ്ടാ. ആ സാർ പറഞ്ഞോളൂ സാറേ, ഏത് പാട്ടാ വേണ്ടത്? താൻ എന്താണ് ഈ പറയുന്നത്? ഇത് കേൾക്കാൻ വേണ്ടി ഇയാൾ ഇതും തൂക്കിണോ നടക്കണോ? സാർ നിങ്ങൾ ഒരു പ്രാവശ്യം കേൾക്ക് സാർ, നിങ്ങളും ഫാൻ ആയിക്കോളും. അത്രയും നല്ല പ്രോഗ്രാമാണ് സാറേ. ഓ, ഡോ, എടോ, ആദ്യം റേഡിയോ ഓഫ് ചെയ്തോ. എന്താ സാറേ പിടിച്ചില്ലേ? ഓഫ് ചെയ്തേക്ക സാറേ, ഓഫ് ചെയ്തു സാറേ. സാർ പൂ സാർ. ഹലോ, എക്സ്ക്യൂസ് മീ, എവിടെയാണ് ക്വാർട്ടറിലുള്ള വാട്ടർ? എടാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? എസ് ഐ. അത് ശരി, അപ്പൊ അവരുടെ ഉണ്ടാവും അല്ലേ? ഹലോ, വേർ ഈസ് മൈ ക്വാർട്ടറിലുള്ള വാട്ടർ? എടാ കള്ളൂടിയാ, എന്റെ മാറ്ററിൽ ഒരു തീരുമാനമായില്ല. അപ്പൊ അവന്റെ ക്വാർട്ടർ. ഓ, യു ആർ യൂസ്ലെസ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഓ, സോറി ലേഡീസ്, സോറി. ഓ, എസ് ഐ. അപ്പോ നിങ്ങളാണല്ലേ എസ് ഐ? എസ് ഐ സാറാണോ ആ ചോദിച്ചേ? ഓ, എസ് ഐ മാറൊന്നും മിണ്ടില്ലല്ലേ? ശരി, ഞാൻ അയാളോട് ചോദിച്ചോളാം. ഹലോ, വേർ ഈസ് മൈ ക്വാർട്ടറിലുള്ള വാട്ടർ? പറയൂ, ടെൽ മീ. സംസാരിക്കാം. നീ ഇപ്പൊ പോടോ. എങ്കിൽ ഞാൻ അയാളോട് പോയി ചോദിച്ചോളാം. ഹലോ, വേർ ഈസ് മൈ ക്വാർട്ടറിലുള്ള വാട്ടർ? ഓ, നിങ്ങൾ ഡ്രൈ അടിക്കുന്ന ആളല്ലേ? ഡ്രൈ അടിച്ച കരട് പോവും, അതറിയാവോ? ഡ്രൈ അടിച്ച അയ്യോ. ഇപ്പൊ ഒന്ന് ചോദിക്കാം സാറേ, വാ പോവാം. ഹലോ, യെസ് സർ, ശാസ്ത്രി നഗർ എസ് ഐ ഓൺ ഡ്യൂട്ടി സർ. യെസ് സർ, യെസ് സർ, യെസ് സർ. ഓക്കെ സർ. ഡോ, ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു, നമുക്ക് പോവാം. വാ. യെസ് സർ. സാർ ആ? പൂവ്, അക്കൗണ്ട് കാശ്, കഴിഞ്ഞു. പഴം. ഛേ, നമുക്ക് പോവാം, വാ. ഈ കച്ചവടം എങ്ങനെയായി? പൈസ തരത്തില്ല ഒരുത്തനും. മുല്ലപ്പൂവൊക്കെ എപ്പോ കിട്ടുവോ? ഓഫീസിൽ ടൈമായെന്നോ? ഫൈനാൻസ് കാരണം വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമസ്കാരം ചേട്ടാ. ആൾക്കാരൊക്കെ നന്നായിട്ട് തന്നെ ഉള്ളേ. ബിസിനസ് ചെയ്യാനായിട്ട് പൈസ തന്നാ നിന്റെ പുറകെ അലയണോ തിരിച്ചു മേടിക്കാനായിട്ട്? സാർ ഇപ്പോഴാണ് കച്ചവടം തന്നെ തുടങ്ങിയത്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല സാറേ. അതിനു മുമ്പ് നിങ്ങളും വന്നു. എല്ലാം പോലീസുകാർക്ക് തന്നെ എടുത്തു കൊടുക്കാൻ മേലായിരുന്നു. പോ, ഇതിനൊക്കെ ഈ പണിയൊന്നും സെറ്റ് ആവത്തില്ല. പോ. അത്രേ ഉള്ളൂ സാറേ. അപ്പൊ നിങ്ങൾ എന്നെ എടുത്തോളൂ, പൂ എടുത്തോളൂ, ഇത് എടുത്തോളൂ, ഇതെല്ലാം എടുത്തോളൂ. പക്ഷെ ഈ റേഡിയോ മാത്രം തരത്തില്ല. ഞാൻ വരാം സാറേ. അടുത്ത ബിസിനസിന് പൈസ തന്നാ മതി. എടോ, ശരി എടോ, സാറേ, പൈസ ആണോ? ഞാൻ പോവാണ്. യെസ്, ആരാ നിങ്ങള്? സിധു ഫ്രണ്ട്. എനിക്കറിയാത്ത ഫ്രണ്ടോ? നമ്മൾ വേറെ പോലത്തെ ഫ്രണ്ട്സാ. അവൻ എന്തിയെ? സിദ്ധു, അവന്റെ വൈഫാണ് ഈ നാട്ടിൽ പോയേക്കോ. അവൻ എന്തിയെ? അവിടെ തന്നെ ഉള്ളത്, പോയി നോക്ക്. സിദ്ധു, 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 എവിടെ നീ? സിദ്ധു, സിദ്ധു. സിദ്ധു, എന്ത് പറ്റിയടാ നിനക്ക്? ആരാടാ നിന്നെ കെട്ടിയിട്ടത്? എടാ പറടാ. ഒന്ന് പോടാ. എടാ പറടാ, ഞാൻ ഞാൻ പറഞ്ഞില്ലേ, കൊന്നു നീ കളയണം. ഒന്ന് എടാ, പോ. അളിയാ, പറഞ്ഞ നിനക്ക് കേൾക്ക്, നീ എന്ത് പോ. എടാ സിദ്ധു, ഇവിടെ നിൽക്കില്ല. നിനക്ക്. ഡോ, താൻ എന്താണ് ഇവിടെ ഇളനീർ കടയിട്ടിരിക്കുന്നത്?
ആദ്യം ചായക്കടയും പെട്ടിക്കടയും ഇട്ടിരുന്നു, പിന്നെ ഐസ്ക്രീം കട, ഇപ്പൊ ദേ ഇളനീരിന്റെ കച്ചവടം. ആരോട് താൻ? തനിക്ക് എന്താണ് ശരിക്കും കച്ചവടം? സാറേ ബിസിനസ്സിൽ ലാഭം വന്നാൽ നടത്തും, ഇല്ലെങ്കിലും വിട്ടേക്കും. ഇത് നോക്ക്, ഇത് നല്ല ബിസിനസ്സാ. ഇളനീര് ബിസിനസ് വളരെ നല്ല ബിസിനസ്സാ. ഇതേത് ഫണ്ടിന്നാ വന്നത്? CM ആണോ PM ആണോ? ഹോം ഫണ്ടാ സാറേ. ഹോം ഫണ്ടോ? അതെന്തോന്നോ? അത് എന്റെ ഭാര്യയുടെ ചെയിൻ വെച്ചിട്ടാണ് സാറേ ഇത് തുടങ്ങിയേ. അതിന് തന്റെ ചെയിനല്ലേ വിൽക്കേണ്ടിയിരുന്നത്? അയ്യോ, ഇത് എന്റെ ചെയിനാ സാറേ. എന്തായിരുന്നാലും എന്റെ മുറപ്പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്ന് കുട്ടിക്കാലത്തുള്ള ആഗ്രഹമായിരുന്നു സാറേ. കുട്ടിക്കാലം മുതൽ തന്നെ? അതെ സാറേ, കുട്ടിക്കാലം മുതൽ. എടോ, തനിക്ക് ലവ് സ്റ്റോറി ഉണ്ടോ? ആ സത്യം സാറേ. കൺഗ്രാചുലേഷൻസ് ബ്രദർ. താങ്ക് യു സാർ. സാർ നിങ്ങളെ കണ്ടതും നിങ്ങളെ പോലെ സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം സാറേ. താങ്ക് യു ബ്രദർ. എന്നാ നിങ്ങളുടെ ലവ് നല്ലപോലെ സക്സസ് ആവട്ടെ. താങ്ക് യു സാർ. തന്റെ ഈ ലവ് സ്റ്റോറിയൊക്കെ നിർത്തിയിട്ട് ഒരു ഇളനീര് ആ എടുക്കാം സാറേ. സാർ നിങ്ങൾക്ക് ഒരു ഇളനീര് വിത്ത് 2 straws. ആ ഓക്കെ സാർ. സാർ റേഡിയോ വെക്കണോ? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി മോനെ. സാറേ പ്രോഗ്രാം കേട്ടതിന് ശേഷം ഞാനും ഫാനായി സാറേ. വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുക. എത്ര നല്ലതാണെന്ന് അറിയോ സാർ? കേട്ടോളൂ സാർ. ആ ആ ആ ആ എടോ, വലിയ വെള്ളപ്പൊക്കം കഴിഞ്ഞു, അതുപോലെ സുനാമിയും കഴിഞ്ഞു. പക്ഷെ തന്റെ ഈ പാട്ട് മാത്രം ഇവിടെ മാറുന്നില്ലല്ലോടോ. എന്തായാലും ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഈ രാധാകൃഷ്ണ പ്രേമത്തിന്റെ കാര്യമാണ് പറഞ്ഞേ. ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ഇത് തുടരുന്നു, അവിടെ അത് തുടരുന്നു. സകല ടോർച്ചർ എനിക്കാ. എടോ ഒന്ന് നിർത്തടോ. താൻ ഇളതിനെടുത്തില്ലേ? സാർ വെട്ടിത്തരട്ടെ സാർ. അത് എന്നോട് ചോദിക്കണമായിരിക്കും. വെട്ടോ അങ്ങോട്ട്. നന്നായിട്ട് വെട്ടു സാറേ. എനിക്ക് മാത്രല്ല, അവർക്കും കൊടുക്ക. സാർ അവർക്കെതിരെ സാറേ, അവരിപ്പൊ തന്നെ പ്രണയത്തിന്റെ വെള്ളത്തിൽ മുങ്ങിത്താണോണ്ടിരിക്കുക. എടോ എനിക്ക് വിറഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. ഇത് കുടിച്ചിട്ട് വിറയുന്നോ? ഇതുകൊണ്ടല്ലോ, ഇത് കാണുമ്പോഴാണ് എനിക്ക് വിറഞ്ഞു കയറുന്നെന്ന് പറഞ്ഞേ. സാർ എന്നാ ഒന്നും കൂടി വെട്ടട്ടെ. എന്താ എക്സ്ട്രാ കാശ് ചോദിക്കാനാണോ? അതെ സാറേ. ഇതിന്റെ ബില്ല് ഞാൻ തരാൻ പോകുന്നില്ല. ഹലോ, യെസ് സർ. ശാസ്ത്രി ഓൺ ഡ്യൂട്ടി സർ. യെസ് സർ. ഓക്കെ സർ, ഓക്കെ സർ. യെസ് സർ. കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്, നമുക്ക് പോവാം. പൈസ സാറേ, പൈസ തരികയാണെങ്കിൽ എത്ര പ്രാവശ്യമാണ് അക്കൗണ്ടിൽ എഴുതേണ്ടത്? ഈ ബിസിനസ്സും പൊളിയെന്നാ തോന്നുന്നേ. വാ മോനെ വാ. ഇളനീര് വേണ്ടേ? സാർ 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 ഇളനീര് സാർ.
രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ നീ? ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോ നീ? ആ? നീ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോകുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നമ്മൾ അയച്ച വീഡിയോ ഇപ്പൊ അവള് കണ്ടു കാണും. ഇന്നെ നിന്റെ കഥ കഴിയും. ഞങ്ങളുടെ അടുത്തുനിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുന്നു നോക്കട്ടെ. ചത്തു പോടാ. ഏയ് ഏയ് പറഞ്ഞ കേക്ക് വേണ്ട. വിട്ടേക്കിനടി അല്ലെങ്കിൽ കൊന്നേക്കും. ഏയ് ആണുങ്ങളെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞല്ലോ നിന്റെ വൈഫ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുമല്ലോ, അപ്പൊ ഞങ്ങൾ ആരാണെന്ന് കാണിക്കാം. പ്ലീസ്, ഞാൻ തെറ്റ് ചെയ്യില്ല. വിട്ടേക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഏയ് വിട്ടേക്ക് പ്ലീസ്. ഓക്കെ സാർ. മാറിക്കേ മാറിക്കേ, ആരും എടുത്ത് നിൽക്കരുത്. മാറ് മാറ്, പുറകെ നിൽക്കേ. പോ. നന്നായിട്ട് അവിടെ നോക്കണോ, കണ്ടല്ലോ അല്ലേ? സാർ, മരിച്ചുപോയ ആൾക്ക് ഞാൻ സാധനം കൊടുക്കണോ സാറേ? നല്ല ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിക്കളയാം. തനിക്ക് വേറെ പണിയൊന്നുമില്ലടൂ. രാവിലെ മുതൽ മനുഷ്യൻ പ്രാന്തായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പ്രോഗ്രാം മിസ് ചെയ്യാതിരിക്കാൻ റേഡിയോ ആയിട്ട് വന്നിരിക്കുക സാറേ. ഇയാളെ പിടിച്ചകത്തിട്ടിട്ട് ഇയാളെ കുനിച്ച് വാ വന്നോ. ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാ? ഈ വീടിന്റെ വേലക്കാരിയാ സാറേ. ഇങ്ങോട്ട് വിളിക്കേ. ഓക്കെ സാർ. രംഗമ്മ സാർ, ഇവരാണ് സാറേ രംഗമ്മ. എന്താണ് സംഭവിച്ചത്? അത് സാറേ, അത് പിന്നെ പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. അവർ കുടിക്കാൻ വെച്ച് വെള്ളം കൊടുക്കും. എടാ വെള്ളം തന്നെ, ഇങ്ങോട്ട് വന്നേ. എന്താ കുടിക്കൂ. ഇനി പറയേ, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് രംഗമ്മയാണ് സാറേ. രംഗമ്മ, നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? 6 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. എന്തൊക്കെ ജോലിയായി ചെയ്യുന്നത്? വീട്ടു ജോലിയും പാചകവും ചെയ്യും. വെജ് നന്നായിട്ട് ചെയ്യുവോ അതോ നോൺ വെജ് നന്നായിട്ട് ചെയ്യുവോ? രണ്ടും ചെയ്യും സാർ. നല്ല വിശപ്പിന്റെ ടെംപ്ടേഷൻ കാരണം സാറേ. ഞാനെങ്ങാനും ടെംപ്റ്റ് ആയാലുണ്ടല്ലോ. സാർ നോക്ക്, പുറത്തെങ്ങും പോകാൻ പാടില്ല. ഞാൻ എപ്പോ ലഗേജ് എടുത്തിട്ട് വരണം, വെറും കൈയോട് വരണം സാറേ. പൊന്നു രംഗമ്മ, ബസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ അല്ല, പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞേ. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്റെ ചേട്ടൻ അടിക്കും സാറേ. പോലീസ് സ്റ്റേഷനിലോട്ട് പോയ അമ്മാവൻ അടിക്കുന്നു. നിങ്ങൾ സ്റ്റേഷനിലോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വരേണ്ട അവസ്ഥയാവും. നീ സ്റ്റേഷനിലേക്ക് വന്നില്ലല്ലേ, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരും. എന്താ മനസ്സിലായോ? എന്റെ ചേട്ടന് പോലീസ് എന്ന് വെച്ചാൽ പേടിയാ സാറേ. അപ്പൊ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് വന്നാ മതി. ശരി പോ. സാർ, ഇത് തീർച്ചയായിട്ടും മർഡർ ആയിരിക്കും സാർ. ഇത്ര കൺഫേം ചെയ്ത് പറയുന്നത്? ആ ശരീരത്തിലുള്ള പരിക്കൊക്കെ കണ്ടോ സാറേ? പരിക്കുണ്ട് പറയായിരുന്നു അല്ലേ 102. ആദ്യം ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷമേ കൺഫേം ചെയ്ത് പറയാൻ കഴിയൂ. ശരി, ഒരു കാര്യം ചെയ്യും, ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കേ. ഓക്കെ സാർ, ഞാൻ ഓൾറെഡി അവർക്ക് ഇൻഫോം ചെയ്തു. അവർ ഓൺ ദ വേയിലാണ് സാറേ. നോക്ക് സാർ, ഈ മരിച്ചുപോയ ആൾക്ക് ഈ കോളനിലുള്ള ആരോട്ടാണ് കൂടുതൽ അടുപ്പമുണ്ടെന്ന് അന്വേഷിക്കണം. കണ്ടുപിടിക്കാം. ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഇവരെ പറഞ്ഞു വിട്ടേ. ഓക്കെ സാർ, ഞാൻ ക്ലിയർ ചെയ്തേക്കാം. പോ എല്ലാം മാറിക്കേ. എടാ മാറിക്കാനല്ലേ പറഞ്ഞ, മാറ്. ഞാൻ നിന്നെ കാണാനായിട്ട് ഇനി 1403 മിനിറ്റ്സ് ഉണ്ട്. നിന്നെ കണ്ട ഉടനെ ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് വേർഡ് 143 ആണ്. നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അത് തന്നെയാണ്. ടൈം കോഡും അതാണ്. അതുവരെ നീ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ? ഞാനും അതുപോലെ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ബൈ. വേറെന്താ വേണ്ടേ? ഉമ്മ. ശരി, വെക്കാണേ. ഓക്കെ, ബൈ.
സാറേ, എനിക്ക് എപ്പോഴാ സാറേ ഇനി ഫസ്റ്റ് നൈറ്റ്? സാറേ കുറെ സമയം അലയുന്നത്, ഒന്ന് ബ്രേക്ക് ഇട് സാറേ. പാവല്ലേ ഞങ്ങള് കൊല്ലാക്കോ ലീവാ. ഇയാളെ കൊണ്ട് മടുത്തു ഞാൻ. അകത്ത് പോയി നോക്ക്. യെസ് എന്റെ സാർ. പവർ എന്താന്ന് കാണിക്കുമോളെ. യെസ് സാർ. ആ? ഡോ, തന്നോടാ അവിടെ പോകാൻ പറഞ്ഞത്? അവിടെ നിക്ക്. എന്തിനാണോ ഇങ്ങനെ നിലവിളിക്കുന്നത്?